മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അരുണോദയ ചീര അല്ലെങ്കിൽ കാട്ടുചീര എന്ന് വിളിക്കുന്ന നല്ല ഒരു പച്ചക്കറിയെ പറ്റിയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പച്ചക്കറിയാണ് അരുണോദയ ചീര. പക്ഷേ അധികം ആർക്കും ഇത് ചീര ആണ് എന്നുള്ള വിവരം അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാതയോരത്തുകൂടി നടന്നു പോകുമ്പോൾ ഇത് പല പ്രദേശങ്ങളിലും ധാരാളമായി കിളിച്ച് തളിർത്ത് കിടക്കുന്നുണ്ടെങ്കിലും ഇത് ആരും ശേഖരിച്ചു കൊണ്ട് പോകുന്നത് കാണാൻ ഇടയായിട്ടില്ല. അതിനാലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ആ ഘടകം. പ്രിയപ്പെട്ടവരെ, മറ്റ് ചീരയോടൊപ്പം തന്നെ മറ്റ് ചീരകൾക്കുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു ചീരവർഗ്ഗമാണ് ഈ അരുണോദയ ചീര. നമ്മൾ പൊന്നാങ്കണ്ണി ചീര, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ചീരകൾ വളരെ സന്തോഷത്തോടുകൂടി വച്ച് പിടിപ്പിച്ച് പരിപാലിച്ച് ഉപയോഗിക്കുമ്പോൾ യാതൊരു പരിഗണനയും കിട്ടാതെ തന്നെ സമർത്ഥമായി ഉണ്ടായി നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഈ ചീര നമ്മൾ അവഗണിക്കരുത്. ഇതും കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമായ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതുമായ ഒരു ചീര തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പൂത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചീര ഭക്ഷണയോഗ്യമല്ല. പൂത്ത് കഴിയുമ്പോൾ, അതായത് പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു വിഷാംശം രൂപം കൊള്ളാറുണ്ട്. പൂക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തളിർത്ത ഇല നമുക്ക് പറിച്ചെടുത്ത് ചെറു കഷണങ്ങളാക്കി അരിഞ്ഞെടുത്ത് നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു തോരൻ ഉണ്ടാക്കാൻ സാധിക്കും. വെളുത്തുള്ളിയും അതുപോലെ കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ തേങ്ങയും ഒക്കെ ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കടുവൊക്കെ വറുത്ത് ഇത് തോരനാക്കുമ്പോൾ അതിസ്വാദിഷ്ടവും ഒപ്പം പോഷക സമ്പുഷ്ടവുമായ ഒരു ഭക്ഷണമാണ്. പച്ചക്കറികളുടെ പൊള്ളുന്ന വില, അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളിൽ അവിശ്വസനീയമായ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ നോക്കുമ്പോൾ താനേ വളരുകയും ആരാലും പരിചരണമില്ലാതെയും പച്ച പിടിച്ച് നിൽക്കുന്ന, സമർത്ഥമായി തളിർത്ത് നിൽക്കുന്ന ഈ ചെടി നമ്മൾ അവഗണിക്കരുത്. പിന്നെ ഇത് നട്ടുപിടിപ്പിച്ച് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പുഷ്പങ്ങളിലൂടെയാണ്, അതായത് പൂക്കളിലുള്ള അരി കാറ്റിലൂടെ പറന്ന് വിത്ത് വിതരണം നടത്തിയാണ് ഇതിൻ്റെ പുതിയ തൈകളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് ഒരു മൂടോ രണ്ട് മൂടോ ഉണ്ടെങ്കിൽ അല്പകാലത്തിന് ശേഷം ആ പ്രദേശം മുഴുവൻ ഇത് വ്യാപിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പൂക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കുക അല്ലെങ്കിൽ അറുത്തെടുത്ത് ഉപയോഗിക്കുക. പൂ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിച്ച് അത് നശിപ്പിച്ച് കണ്ടിച്ച് അത് നമ്മൾ വളമാക്കി മാറ്റിയെടുക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 or 3 മൂടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ആ ചീര ആ ഇടയ്ക്കൊക്കെ 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ നമുക്ക് കണ്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോഴേ ഈ ചീര ഉൾപ്പെടെ, ഈ കാട്ടുചീര ഉൾപ്പെടെയുള്ള നിരവധി ചീര ഇനങ്ങൾ നമ്മൾ ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ ഒക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളുന്ന പച്ചക്കറി വിലയിൽ നിന്നും അല്പം മുക്തി നേടാനും പോഷക സമ്പുഷ്ടവും ആരോഗ്യദായകവുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു. നമുക്കറിയാം, പ്രകൃതി നൽകിയിട്ടുള്ള ഇത്തരം ഭക്ഷണ വസ്തുക്കൾ കഴിച്ച് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സംവിധാനവും പ്രകൃതി നമ്മുടെ ചുറ്റുപാട് ഒരുക്കിയിട്ടുണ്ട്. ഒന്നുകിൽ നാം അവയെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നാം അവയെ അവഗണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പല പേരുകളിലും പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും ഉണ്ടാകുന്ന രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, അതുപോലെ തന്നെ നേത്രരോഗങ്ങൾ, ദന്തരോഗങ്ങൾ, മറ്റ് ദിനചര്യ രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ പരിഹാരം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ കുറേയെങ്കിലും പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. ചീര ഇനത്തിൽപ്പെട്ട ഒട്ടനവധി പച്ചക്കറികൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. നിരവധി പച്ചക്കറികൾ, ഇവയൊക്കെ മനസ്സിലാക്കുകയും
കഴിയുന്നത്ര രീതിയിൽ ഒന്ന് പരിചരിക്കുകയും ചെയ്താൽ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ചോറിനേക്കാൾ കൂടുതൽ ഈ തോരനും മറ്റ് ഇലക്കറികളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഇതിനകം തന്നെ പലരും തെളിയിച്ചു കഴിഞ്ഞു. കുറച്ച് ചോറും കൂടുതൽ ഇലക്കറികളടങ്ങിയ ഭക്ഷണവുമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇലക്കറികൾ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ യാതൊരുവിധ രോഗങ്ങളുമില്ലാതെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. രോഗങ്ങൾ നമ്മുടെ ആയുസ്സിനെയും നമ്മുടെ ധനത്തെയും ഒക്കെ തളർത്തി നമ്മളെ ക്ഷയിപ്പിച്ച് നമ്മളെ നരകതുല്യമായ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിടുന്നു എന്ന കാര്യം നാം മറക്കരുത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം തരുന്നതും വയറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതും ആമാശയത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്നതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്ന ഒരു ശീലമാക്കി വളർത്തിയെടുത്താൽ നമുക്കൊരു പരിധിവരെയൊക്കെ ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വളവും ചെയ്യാതെ യാതൊരു പരിചരണവും കൂടാതെ അരുണോദയ ചീര നമുക്ക് വച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു തണ്ടെടുത്തി ഒരു കുട്ടയിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ അതല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ അത് കിളിച്ച് വളർന്നു വരും. യാതൊരുവിധ വളവും പ്രയോഗിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ തളിരിലകൾ നമ്മൾ കണ്ടിച്ചെടുത്ത് തോരനായിട്ടും അവിയലായിട്ടും ഒക്കെ നമുക്ക് വെച്ച് കഴിക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുള്ളത്, മുട്ടക്കോഴി വളർത്തൽ ഇന്ന് ഒരു തൊഴിലായി പലരും സ്വീകരിച്ചിരിക്കുന്നു. മുട്ടക്കോഴികളുടെ തീറ്റയ്ക്കും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തീ വിലയാണ്. മുട്ടക്കോഴി വളർത്തൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. അതിനും ഒരു പരിഹാരമാണ് ഇത്തരത്തിലുള്ള ചീരകൾ. യാതൊരു പണച്ചിലവുമില്ലാതെ വച്ചുപിടിപ്പിക്കുന്ന ഇത്തരം ചീരകൾ കണ്ടിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കോഴികൾക്ക് തീറ്റി പഠിപ്പിക്കുക. ആദ്യമായിട്ട് കുറേശ്ശെ അരിഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി തീറ്റയോടൊപ്പം ചേർത്തും പിന്നീട് ഇവ തന്നെ കെട്ടിത്തൂക്കി കൊടുത്തും ശീലിപ്പിക്കാമെങ്കിൽ തീറ്റ ചിലവ് ലാഭിക്കാനും പോഷകസമ്പുഷ്ടമായ മുട്ട നമുക്ക് ലഭ്യമാക്കാനും കോഴിക്ക് യാതൊരുവിധ രോഗങ്ങളും ഇല്ലാതെ അവയെ വളർത്തിക്കൊണ്ട് പോകുന്നതിനും സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന ആട്, പശു മുതലായവയ്ക്കും ഈ അരുണോദയ ചീര തീറ്റയായി നൽകി ശീലിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഇത് കൊടുത്ത് പഠിപ്പിക്കണം. ഇത് ചെറുതായിട്ടരിഞ്ഞ് അല്പം ഉപ്പോ അല്പം ശർക്കര വെള്ളമോ ചേർത്ത് കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ വളർത്തുമൃഗങ്ങൾ ഇവ ധാരാളം കഴിക്കുകയും അങ്ങനെ അവയിൽ നിന്നും ലഭിക്കുന്ന പാലിനും ഇറച്ചിക്കും പോഷകമൂല്യം ഏറുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന തീറ്റ ചിലവ് കുറയ്ക്കാനും അതിലൂടെ ക്ഷീര കർഷകർക്കും ഒക്കെ ആട് കർഷകർക്കും ഒക്കെ വൻ ലാഭം നേടിയെടുക്കാനും കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ ഇനങ്ങൾ ചീരകളും അതുപോലെയുള്ള മറ്റ് സസ്യങ്ങളുമൊക്കെ നമ്മൾ അറിയുകയും അവ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപൂർണ്ണമാവുന്നു. ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മോചനം പ്രാപിക്കാനും അതുമൂലം നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരം സംഗതികൾ കണ്ടറിയുകയും അവ മനസ്സിലാക്കുകയും അവ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യണമെന്നും അവ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും അറിയാൻ വയ്യാത്തവർക്കും കൂടി പറഞ്ഞു കൊടുത്തവരെ മനസ്സിലാക്കണമെന്നുമാണ് ഇലഞ്ഞൂർ വ്ലോഗ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനിഷ്ടമുണ്ടെങ്കിൽ ഗ്രഹവൈദ്യത്തെയും അതുപോലെ തന്നെ പഴങ്ങളെയും പച്ചക്കറികളെയും ഫലവൃക്ഷങ്ങളെയും കൃഷിരീതികളെയും അവയുടെ ഗുണഗണങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനും അതിനെപ്പറ്റിയുള്ള അറിവ് ശേഖരിക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.